മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി മുസ്ലിം ലീഗ്. ആദ്യഘട്ടം പൂർത്തീകരിച്ച 51 വീടുകളുടെ ഗൃഹപ്രവേശന ചടങ്ങ് നടന്നു. ചടങ്ങിൽ പങ്കെടുക്കാൻ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തി. ഇനി 54 വീടുകൾ കൂടി പൂർത്തീകരിക്കാനുണ്ടെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കാളിദാസൻ ദേവദത്തം വിവരങ്ങളുമായി. കാളിദാസൻ, സ്നേഹ വീടുകളാണ് ലീഗിന്റെ. ഇനി 54 വീടുകൾ കൂടി നൽകാനുണ്ട്. ഇന്നത്തെ ചടങ്ങുകൾ എങ്ങനെയായിരുന്നു? വിവരങ്ങൾ. അതുതന്നെയാണ് അനുജ. ഇപ്പോൾ ബാക്കിയുള്ള വീടുകൾ, രണ്ടാം ഘട്ടത്തിലേക്കുള്ള വീടുകൾ എപ്പോൾ കൊടുക്കുമെന്നുള്ളതിലും പാണക്കാട് സാദിഖ് അലി തങ്ങൾ വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ബാക്കിയുള്ള വീടുകളിൽ, രണ്ടാം ഘട്ടത്തിൽ കൊടുക്കാനുള്ള വീടുകളിൽ 25 വീടുകൾ ജൂൺ 15-നും ബാക്കി വീടുകൾ സെപ്റ്റംബർ 30-നുള്ളിലും പൂർത്തിയാക്കുമെന്നുള്ളതും കൂടിയാണ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കിയത്. ഇന്ന് രാവിലെയോടെയാണ് ഈ ഒരു പരിപാടിയിലേക്ക്, അല്ലെങ്കിൽ കയറിക്കൂടൽ ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിച്ചത്. കഴിഞ്ഞ 25 മുതൽ ഓരോ വീട്ടുകാരായി എത്തി ഗണപതി ഹോമവും പാലുകാച്ചൽ ചടങ്ങും ഒക്കെയായി അവരുടെ കയറിക്കൂടലൊക്കെ തന്നെ നടന്നിരുന്നു. ഇന്നിപ്പോൾ കൂടുതൽ വീട്ടുകാർ, ഈ 51 വീടുകളിലെ ഭൂരിഭാഗം വീട്ടുകാരും ഇന്നിപ്പോൾ താമസം 30-നുള്ളിൽ തന്നെ ഇനിയും ബാക്കിയുള്ള വീട്ടുകാർ കൂടി ഇങ്ങോട്ട് എത്തുമെന്നുള്ളത്. എന്തായാലും ഏറ്റവും പ്രധാനമായും ഈ വീട്ടുകാരെല്ലാം കൂടി ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ ഒരു സൗഹൃദ വിരുന്നാണ്. ഈ സൗഹൃദ വിരുന്നിന് മുന്നോടിയായിട്ടുള്ള പ്രാർത്ഥനാ യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ലീഗ് നേതാക്കളൊക്കെ തന്നെയുണ്ട്. ആ ഒരു പ്രാർത്ഥനാ യോഗത്തിലാണ് ഇതിലൊരു വ്യക്തത, രണ്ടാം ഘട്ടത്തിൽ കൊടുക്കാനുള്ള വീടുകൾ എപ്പോഴത്തേക്ക് നൽകുമെന്നുള്ള കാര്യത്തിലും വ്യക്തത വരുത്തിയിരിക്കുന്നത്. ആകെ 105 വീടുകളാണ് ലീഗ് പ്രഖ്യാപിച്ചത്. അതിൽ 51 വീടുകൾ ഇന്നിപ്പോൾ അവിടെ ചടങ്ങുകൾ നടന്നു, താമസം തുടങ്ങുന്നു. 54 വീടുകൾ കൂടി പൂർത്തീകരിക്കാനുണ്ട്. അതിന്റെ സമയക്രമം എങ്ങനെയാകും എന്നതുകൂടി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേൾക്കാം. ഉരുൾപൊട്ടൽ ഉണ്ടായ ആ സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഉരുൾപൊട്ടലിന് വിധേയരായവർക്ക്, അതിൽ ബുദ്ധിമുട്ട് വന്നിട്ടുള്ളവർക്ക് വീടെടുത്തു കൊടുക്കും എന്ന് നിശ്ചയിച്ച് പ്രഖ്യാപിച്ചു. അതുപോലെ കഴിഞ്ഞ മാസം നമുക്ക് അത് കൈമാറാൻ സാധിച്ചു. ഇന്നിപ്പോൾ അതിലെ ഇവിടുത്തെ അവകാശികൾ അവർ വീട് താമസം ഇങ്ങോട്ടേക്ക് മാറ്റുകയാണ്. അവരുടെ ഗൃഹപ്രവേശമാണ് ഇന്ന്. അപ്പോൾ ആ ഒരു സന്തോഷം പങ്കുവെക്കാനാണ് ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അവിടെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രാർത്ഥനാ ചടങ്ങുകൾ ഉൾപ്പെടെ അവിടെ നടക്കുന്നുണ്ട്. ഇനി 54 വീടുകൾ കൂടി കൈമാറാനുണ്ട്. അത് ജൂണിലും സെപ്റ്റംബറിലുമായി കൈമാറും എന്നതാണ് ലീഗ് അറിയിച്ചിട്ടുള്ളത്. മുതിർന്ന നേതാക്കൾ, പാണക്കാട് സാദിഖ് അലി തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുടി ഉൾപ്പെടെ ഉള്ള നേതാക്കൾ, PMA സലാം ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് അവിടെ എത്തിയിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.